Hey all, welcome back to Vlog Way. So this is gonna be a long video. Recent times I upload a long video and it is a special video. എൻ്റെ വീടിൻ്റെ ഒരു ഡോക്യുമെൻ്ററി പോലെ ഞാനത് അപ്ലോഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാ ക്ഷമയുള്ളവർ മാത്രം കണ്ടാൽ മതി. കാരണം ഇത് ഞങ്ങൾക്കൊരു മെമ്മറി ബുക്ക് പോലെയാണ്. അതിലുപരി ഇതിൻ്റെ ഇൻട്രോ ഞാനിങ്ങനെയെല്ലാം എടുത്ത് വെച്ചിരുന്ന വേറൊരു ഹാപ്പി ഇൻട്രോ ആയിരുന്നു. ബട്ട് നൗ നോട്ട്. കാരണം ഈ ഒരു റീസെൻറ്റ് ടൈമിൽ എൻ്റെ ലൈഫിലുണ്ടായിട്ടുള്ള ഒരു കാര്യം എന്നെ അറിയുന്നവർക്ക്, എൻ്റെ ഫാമിലിനെ അറിയുന്നവർക്ക് ഒക്കെ അറിയായിരിക്കും. 12 years ബാക്ക് എൻ്റെ അച്ഛൻ ലെഫ്റ്റ് ദിസ് എർത്ത്. ഐ വുഡ് ലൈക്ക് ടു ബിലീവ് ലൈക്ക് ദാറ്റ്. ടു അതർ സൈഡ് ഹി ഈസ് ഹാപ്പി ദർ വെയിറ്റിംഗ് ഫോർ അസ്. ഓക്കെ, ഞങ്ങളുടെ ഗ്ലാഡ് 2 വർഷം മുമ്പ് അച്ഛൻ്റെ അടുത്തേക്ക് പോയി. ആൻഡ് 6 months ബാക്ക് ഞങ്ങളുടെ അമ്മയും അവരുടെ അടുത്തേക്ക് പോയി. സോ ഇതാണ് എൻ്റെ ലൈഫിൽ നടന്നിട്ടുള്ള 3 മേജർ ഡിസാസ്റ്റർ, ട്രോമ എന്നൊക്കെ വിളിക്കാം. ഓക്കെ, അപ്പോൾ ഇതിനിപ്പോൾ പറഞ്ഞുകൊണ്ട് എനിക്ക് വീഡിയോ തുടങ്ങേണ്ടി വന്നു. പക്ഷേ ദിസ് വീഡിയോ ആൻഡ് ദിസ് വീഡിയോ ഈസ് ഡെഡിക്കേറ്റഡ് ടു ദം. ഓക്കെ, അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ ഞാനിപ്പോൾ ഇങ്ങനൊരു ഇൻട്രോ തരുന്നത്. കാരണം ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാനും പോട്ടെ എടുക്കാനും ഇത് വ്ളോഗ് ചെയ്യാനും ഓരോ സ്റ്റേജ് വ്ളോഗ് ചെയ്യാനും ഏറ്റവും കൂടുതൽ എന്നെക്കാളും ക്യൂരിയോസിറ്റിയും എക്സൈറ്റഡും എന്നെ പുഷ് ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ അമ്മയാണ്. സോ ഈ വീഡിയോ ഞാൻ ഇവിടെ അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ ഷീ വിൽ ബി സാഡ്. ആൻഡ് ഇത് ഞാൻ എഡിറ്റ് ചെയ്ത് ഫുൾ സെറ്റാക്കി വെച്ചിട്ട് അമ്മയ്ക്ക് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. മീൻസ് അത്രയും കുറച്ച് നാളെ ഇതിങ്ങനെ കിടക്കുന്നു ഡ്രാഫ്റ്റിൽ. ഇൻട്രോ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മ ഇത് കണ്ട് ഇഷ്ടപ്പെട്ടു. അമ്മ ഇത് എപ്പോഴും അപ്ലോഡ് ചെയ്യണം എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ ഹൗസ് വാമിങ് ആവട്ടെ. ഹൗസ് വാമിങ് ഞങ്ങൾക്ക് പെയിൻറ്റിങ് ഉണ്ടായിരുന്നു. ബാക്കി പാലുകാച്ചലെല്ലാം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ കയറിയത്. അമ്മ 1 year ഇവിടെ ഞങ്ങളുടെ പുതിയ വീട്ടിൽ നമ്മുടെ അമ്മയുടെ വീട്ടിൽ താമസിച്ചു. അതിനുള്ള ഭാഗ്യം അമ്മയ്ക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് അമ്മ അച്ഛൻ്റെ അടുത്തേക്ക് പോയത്. ആൻഡ് ഷീ ഈസ് ഹാപ്പി ദർ, ഐ ബിലീവ് സോ. ഷീ വിൽ ബി മിസ്സിങ് us ഡെഫിനറ്റ്ലി. ബട്ട് എനിവേസ് കുറച്ച് നാൾ കഴിഞ്ഞാൽ ഞങ്ങളും അങ്ങോട്ട് പോകും. അപ്പോൾ അതുവരെ ഈ വീട് ഞങ്ങളിപ്പോൾ ഏൽപ്പിച്ചേക്കുകയാണ്. അപ്പോൾ ഈ വീട് തന്നെ ഡെഡിക്കേറ്റ് ചെയ്തേക്കണത് എൻ്റെ അമ്മയ്ക്കും എൻ്റെ അച്ഛനും എൻ്റെ ഗ്ലാഡിക്കും എൻ്റെ കൊച്ചിക്കും എൻ്റെ ഫാമിലിക്കാണ്. ഓക്കെ, എൻ്റെ അച്ഛൻ ബാക്കി വെച്ച കുറച്ച് ഡ്രീംസ് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളൊരു മിഷൻ ഉണ്ടായിരുന്നു എൻ്റെ മൈൻഡിൽ. അത് നടത്തി. അത് കാണാൻ എൻ്റെ അമ്മ ഉണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ്റെ ബ്ലെസ്സിങ്ങിനോട് കൂടി ഇത് എനിക്ക് ഞങ്ങൾക്ക് നടത്താൻ പറ്റി. അമ്മ ഉണ്ട് കൂടെ ഈ വീട്ടിലും. ഐ വുഡ് അല്ല ഐ നോ their presence is still there with us, their blessing is still there with us. വിളിച്ച് നേടുന്നില്ല, വീഡിയോയിലേക്ക് കിടക്കാം. ഇതിലുള്ളതെല്ലാം ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. സോ യാ, ഹേ ഗൈസ്, സോ ഇതാണ് നമ്മുടെ പ്ലോട്ട്. നമ്മുടെ പ്ലോട്ടിൻ്റെ ഫസ്റ്റ് ലുക്ക് ഇങ്ങനെയാണ്. കണ്ടപ്പോൾ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട് വെൽ മെയിൻറ്റെയിൻഡ് ആണ്. കുഴപ്പമില്ലാത്തൊരു റെസിഡൻഷ്യൽ കമ്മ്യൂണിറ്റിയാണ്. അതുപോലെ നമ്മുടെ ഗ്ലാഡ് വന്ന് നമ്മുടെ പ്ലോട്ട് അപ്രൂവ് ചെയ്യുന്നൊരു കാഴ്ചയാണ് ഈ കാണുന്നത്. ഗ്ലാഡ് ഫസ്റ്റ് ഇറങ്ങിയ സ്ഥലമാണ്. ഇവിടെ തന്നെയാണ് നമ്മുടെ ഗ്ലാഡ് റെസ്റ്റ് ചെയ്യുന്നതും. സോ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തത് നിങ്ങളത് കാണിക്കാൻ കൂടിയാണ്. സോ യാ, നമ്മുടെ ഗ്ലാഡൂട്ടം ഫസ്റ്റ് വന്ന് അപ്രൂവ് ചെയ്തു. ഗുച്ചിയില്ല ഈ സമയത്ത് നമ്മൾ ഈ പ്ലോട്ട് പർച്ചേസ് ചെയ്യുന്ന സമയത്ത്. അങ്ങനെ നമ്മൾ പ്ലോട്ട് കണ്ട് ഫൈനലൈസ് ചെയ്ത് അഡ്വാൻസ് ഒക്കെ കൊടുത്ത് ഇതങ്ങനെ വാങ്ങിക്കുകയാണ്. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് ഫേസ് നമ്മുടെ പ്രീ കൺസ്ട്രക്ഷൻ ഫേസാണ്. പ്ലോട്ട് വാങ്ങിയ നെക്സ്റ്റ് ഉള്ളൊരു കാര്യം കിണർ കുത്തലായിരുന്നു. നമുക്ക് കിണറൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഫസ്റ്റ് അത് തന്നെ ചെയ്തു. കുറ്റിയടിക്കാനൊക്കെ ചെയ്യണേക്കാൻ മുമ്പ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു പോർഷൻസാണ് നിങ്ങൾ കാണുന്നത്. ഞാനിത് ഡോക്യുമെൻ്റ് ചെയ്യാൻ, ഈ വീട് പണിയുടെ ഓരോ സ്റ്റേജസും ഡോക്യുമെൻ്റ് ചെയ്യാനായിട്ടൊരു റീസൺ ഉണ്ട്. അതിൽ ഫസ്റ്റ് റീസൺ ഞങ്ങളുടെ ഇതൊരു വിഷ്വൽ മെമ്മറി ബുക്കാണ്. നാളെ ഇത് വിത്ത് നോക്കുമ്പോൾ നമ്മുടെ വീട് പണിയത് ഓരോ വഴികൾ നമ്മൾ താണ്ടിയ ഓരോ പാതകൾ കാണാം.
അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഞങ്ങളെപ്പോലുള്ള ഒരു യങ് ജനറേഷന് ഒരു വീട് പണിയുമ്പോൾ അറിയാത്ത കുറേ കാര്യങ്ങൾ, അതുപോലെ നമ്മൾ ഫേസ് ചെയ്ത കുറച്ച് ചലഞ്ചസോ അല്ലെങ്കിൽ നമ്മൾക്ക് കുറച്ച് പറ്റിയ അബദ്ധങ്ങളോ അല്ലെങ്കിൽ അത് നമുക്ക് ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുള്ള അറിവുകളോ എല്ലാം വെച്ച് നമ്മളൊരു ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കത് ഡോക്യുമെൻ്റ് ചെയ്ത് നമ്മളെപ്പോലെ തന്നെ അറിയാത്ത ഏതെങ്കിലും പിള്ളേർക്കൊക്കെ വീട് പണിയുന്നുണ്ടെങ്കിൽ അത് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാനിത് ഡോക്യുമെൻ്റ് ചെയ്യാനുള്ള ഒരു സെക്കൻഡ് റീസൺ. ഫസ്റ്റ് റീസൺ ഞാൻ പറഞ്ഞ പോലെ ഞങ്ങൾക്കുള്ളൊരു വിഷ്വൽ മെമ്മറി ഡയറിയാണത്. അപ്പോൾ മേ ബി ഇതിലൂടെ ആരെങ്കിലും വീട് പണിയുന്ന ഒരു ടൈം ഉണ്ടെങ്കിൽ ഇത് റെഫർ ചെയ്താൽ ഒരു പക്ഷേ മേ ബി യൂസ്ഫുൾ ആയിരിക്കാം. ഇതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ പാർട്ടും ഇഫ് പോസിബിൾ ഐ വിൽ ഇൻക്ലൂഡ്. പിന്നെ അതുപോലെ എല്ലാവർക്കും റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് ഓരോ ഫേസും എല്ലാ സ്റ്റേജും വ്യത്യാസമുണ്ടാകും. പക്ഷേ ഒരു ബേസിക്കായിട്ട് ഒരു ഇനീഷ്യൽ സ്റ്റേജ് എല്ലാവർക്കും സിമിലർ ആവുമല്ലോ. അപ്പോൾ അതെല്ലാമാണ്. നിങ്ങൾ ഗ്ലാഡൂസിൻ്റെ പ്ലോട്ട് വിസിറ്റ് അല്ലേ കണ്ടുള്ളൂ. നമ്മുടെ ഗുച്ചുവിൻ്റെയും കൂടി കണ്ടാലോ. ഗുച്ചു വന്ന ടൈമിൽ ഏകദേശം നമ്മുടെ കിണറിൻ്റെ പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോഴാണ് കുഞ്ഞിപ്പണിനെ നമ്മൾ ഇവിടെ ഒന്ന് ഇറക്കിയാലോ എന്ന് വിചാരിച്ചത്. ഇതെൻ്റെ ബ്രദറിൻ്റെ ഫ്രണ്ടാണ്. പുള്ളിയാണ് ഗുച്ചുവിനെ ഇവിടെ ആദ്യം ഇറക്കണ കണ്ടത്. അപ്പോൾ ഗുച്ചു ഇത് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതാ സ്ഥലം എന്നൊന്നും ഒരു ഐഡിയ ഇല്ല. ബേസിക്കലി നമ്മുടെ ഗ്ലാഡൂസിനും ഗുച്ചൂസിനും വേണ്ടിയിട്ടുള്ള വീടാണല്ലോ നമ്മൾ പണിയുന്നത്. അപ്പോൾ അവർ രണ്ടുപേരെയും ആദ്യം ഒന്ന് കാണിച്ചിട്ട് വേണമല്ലോ ഇതെല്ലാം തുടങ്ങാൻ. അപ്പോൾ അവൾ എല്ലാം നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ്, എന്താണെന്നൊന്നും മനസ്സിലാവാണ്ട്. ഓക്കെ, സോ ഫാസ്റ്റ് ഫോർവേഡ് ഒരു 1.5 years കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒഫീഷ്യലി ഒരു പ്രീ കൺസ്ട്രക്ഷൻ സ്റ്റേജിലേക്ക് എത്തുന്നത്. അതായത് നമ്മളൊരു 2021 ഇടയിലാണ് ഈ ഒരു പ്ലോട്ട് വാങ്ങുന്നത്. 2021-2022 ഒരു ടൈം ലൈനിൽ. പിന്നെ ഒരു 2023 നമ്മൾ ശരിക്കും പറഞ്ഞാൽ കുറ്റിയടിച്ച് വീടിൻ്റെ പണി ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ നമ്മളുടെ പ്ലാൻ വരപ്പ്, അതുപോലെ കുറേ കാര്യങ്ങൾ നമ്മൾ കുറച്ച് നാൾ പോസ് ചെയ്തു. എപ്പോൾ തുടങ്ങണം എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. ഡോക്യുമെൻറ്റേഷൻ പ്രോസസ്സും എല്ലാ ലോണും എല്ലാം അപ്രൂവ് ആയി കിട്ടാനായിട്ട്. ആൻഡ് ആ സമയമാകുമ്പോഴത്തേക്കും നമ്മുടെ വീട്ടിൽ പുതിയ അതിഥി വന്നു, നമ്മുടെ ഗുച്ചി. 2023 ഒക്കെ ആയപ്പോഴത്തേക്കും. അപ്പോൾ ഈ ഒരു ഫേസിൽ ഇവർ രണ്ടുപേരും നമ്മുടെ ഒപ്പം ഉണ്ട്. അത് ഒരു ഹാപ്പിനെസ് തന്നെയാണ് ഈ വീടിൻ്റെ പണി തുടക്കം കുറിക്കുന്നൊരു ദിവസത്തിൽ. സോ ഇതാണ് കുറ്റിയടിക്കുന്നൊരു സ്റ്റേജ്. ചോട്ടനിക്കര അമ്പലത്തിലൊക്കെ പോയി. 26 April 2023 നമ്മൾ നമ്മുടെ വീടിൻ്റെ കുറ്റിയടിക്കുന്നത്. അമ്മയാണ് കുറ്റിയടിച്ചത്. ഇനി നമ്മളുടെ കല്ലിടയിൽ ചടങ്ങാണ്. കല്ലിടയിൽ ചടങ്ങിൽ നമ്മുടെ ഗ്ലാഡൂട്ടനും ഉണ്ടായിരുന്നു. അവൻ വെയിൽ കാരണം കാറിലിരിക്കുമായിരുന്നു. അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഈ പൂജയൊക്കെ ഒരു ഭൂമി പൂജയൊക്കെ ചെയ്തിട്ട് നമ്മളുടെ അയൽപ്പക്കത്തുള്ളവരെയൊക്കെ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. ചെറിയൊരു ചടങ്ങായിരുന്നു. അധികം വീഡിയോസൊന്നും നമുക്കന്ന് എടുക്കാൻ പറ്റിയില്ല. ഞാനും ചേട്ടനാണ് ആദ്യമായിട്ട് കല്ല് ഇറക്കി വെച്ചത്. അതിൻ്റെ കുറച്ച് ക്ലിപ്സാണിത്. കുറ്റിയടിക്കൽ കഴിഞ്ഞ് ഒരു നെക്സ്റ്റ് മന്ത് തന്നെ വിത്തിൻ ഫ്യൂ വീക്സ് നമ്മൾ കല്ലിടൽ പ്ലാൻ ചെയ്തു. അതായത് ഒരു May 12, 2023 നമ്മുടെ കല്ലിടൽ ചടങ്ങ് നടത്തിയത്. പിന്നെ അത് വെരി സെയിം മന്ത് നമ്മുടെ വീടിൻ്റെ ഫൗണ്ടേഷൻ വർക്ക്സും സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് ഇത്രയും ഡിലേ വന്നതിലൊരു മേജർ റീസൺ ഡെഫിനറ്റ്ലി ഡോക്യുമെൻറ്റേഷൻ ആണല്ലോ. അപ്പോൾ അതിൽ ലോൺ അപ്രൂവിന് മുമ്പായിട്ടുള്ള കുറച്ച് ഡോക്യുമെൻറ്റേഷനും, അതുപോലെ തന്നെ ബിൽഡിംഗ് പെർമിറ്റ്, പ്ലാൻ അപ്രൂവൽ, പിന്നെ നമ്മുടെ ടെമ്പററി കറണ്ട് KCB കണക്ഷൻസ്, അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു ഷെഡ് പണിത് അവിടെ ഒരു ടെമ്പററി ബോർഡ് വയ്ക്കുന്ന, അങ്ങനെ കുറേ പരിപാടീസൊക്കെ ഇതിൻ്റെ ഇടയിൽ കഴിഞ്ഞിട്ടുണ്ട്. സോ അതൊക്കെ ബേസിക്കായിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതൊക്കെ കഴിഞ്ഞാലാണ് നമുക്ക് ഇതിൻ്റെ പെർമിറ്റും കാര്യങ്ങളൊക്കെ അനുവദിച്ച് കിട്ടുള്ളൂ. അപ്പോൾ അതാണ് നിങ്ങൾക്ക് സൈഡിലൊരു ഷെഡൊക്കെ കാണാൻ പറ്റും. ഇതിൻ്റെ ഇടയിൽ നടന്ന കുറച്ച് കലാപരിപാടികളാണ് അതൊക്കെല്ലാം. ഈ ഒരു സ്റ്റേജിലാണ് നമ്മുടെ വാട്ടർ പ്രൂഫിംഗ് ഫൗണ്ടേഷനിൽ അപ്ലൈ ചെയ്യുന്നത്. ഈ ബ്ലാക്ക് കളർ അത് അപ്ലൈ ചെയ്തേക്കുന്ന കോട്ടിംഗാണ്. ഇനി ഇവിടുന്ന് കാണിക്കാൻ പോകുന്നൊരു ഫേസ് തൊട്ടാണ് നമ്മുടെ ഒപ്പം ഗ്ലാഡു ഫിസിക്കലി നമ്മുടെ ഒപ്പം ഇല്ലാത്തത്.
ഗ്ലാഡു ആദ്യമായിട്ട് ഇറങ്ങിയ ഒരു പ്ലേസിലാണ് നമ്മുടെ ഒപ്പം തന്നെ എവിടെയും വിട്ട് പോവാണ്ട് നമ്മുടെ വീടിനോട് ചേർന്ന് തന്നെ അവളെ ഉറക്കി കിടത്തിക്കുന്നത്. ഇൻഫാക്ട് ഞങ്ങളെപ്പോഴും പറയും അവളാണ് ആദ്യം ഇവിടെ സ്ഥാനം പിടിച്ചിരുന്നത്. അപ്പോൾ ഈ ഒരു പ്ലേസിലാണ് നമ്മുടെ ഗ്ലാഡു ഉറങ്ങുന്നത്. അപ്പോൾ ഷീസ് ഓൾവേസ് വിത്ത് അസ്. ഗ്ലാഡു ആദ്യം ഇറങ്ങുന്നൊരു സ്ഥലം കാണിച്ചില്ലേ, അതാണ് ഈ സ്പോട്ട്. നമ്മുടെ ഗാർഡൻ തന്നെയാകും ഫ്രണ്ടിൽ. അപ്പോൾ ഈ വീട് പണി നടക്കുന്നതിൻ്റെ ഇടയിലാണ് ഇത് സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ പണിക്കാരും ചവിട്ടാതിരിക്കാനും എല്ലാം നമുക്ക് ഈ ഒരു സ്പോട്ട് നമ്മൾ വേറെ കെട്ടിത്തിരിച്ചേക്കുന്നത്. വീട് പണി കഴിഞ്ഞ് നമ്മൾ മാറുമ്പോൾ ഈ നമ്മുടെ ഗാർഡനിൽ ഗ്ലാഡൂസിൻ്റെ സ്പേസ് നല്ല രീതിയിൽ ഫ്ലവറിങ് പ്ലാന്റ്സ് ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാനാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ നമ്മുടെ പണി അങ്ങനെ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നത്തെ സ്റ്റേജ് വാർപ്പായിരുന്നു. സൺഷെയ്ഡ് ആദ്യം വാർത്തു, പിന്നെ റൂഫിംഗ് ആയിരുന്നു. നമ്മൾ കോൺട്രാക്ട് ബേസിലാണ് ഈ വർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. തൃശ്ശൂർ ബേസിലുള്ള ഒരു ഫേമാണ്. അപ്പോൾ നമുക്കെപ്പോഴും ഒന്ന് നോക്കാൻ പറ്റില്ല. നമ്മൾ കാക്കനാട് ഏരിയയിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. സോ നമ്മുടെ വീട് ഇരിക്കുന്നത് ചോറ്റാനിക്കര അടുത്താണ്. സോ നമുക്ക് ഡെയിലി വന്ന് നോക്കാൻ പറ്റാത്തതുകൊണ്ടും എല്ലാം നമ്മളൊരു കോൺട്രാക്ട് ബേസിലാണ് വർക്ക് കൊടുത്തത്. അപ്പോൾ നമുക്ക് വർക്ക്സിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ആർക്കിടെക്റ്റും എഞ്ചിനീയർ അടങ്ങുന്ന ഒരു ഗ്രൂപ്പിൽ അവർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ നൈബേഴ്സ് ആണെങ്കിലും വന്ന് ഇടയ്ക്ക് നോക്കി അതിൻ്റെ വർക്കിൻ്റെ പ്രോഗ്രസ് എല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് നമുക്ക് വാട്സപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അപ് ടു ഡേറ്റ് ആയിരുന്നു. പിന്നെ നമ്മൾ വീക്കെൻഡിലും അല്ലാണ്ട് ഒക്കെ സമയം പോലെയായിരുന്നു വന്ന് നോക്കിയിരുന്നത്. സോ നമുക്ക് എപ്പോഴും വന്ന് സൂപ്പർവൈസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടായിരുന്നു. ഇങ്ങനെ പണി നടക്കുന്ന വീഡിയോസ് ഇടുമ്പോൾ എന്താണ് ഇതൊക്കെയാണ് റൂംസ് എല്ലാം എന്നുള്ളത് മനസ്സിലാവില്ല. നമുക്ക് ഒരു 3D പ്ലാൻസ് ഉണ്ടായിരുന്നു. അതുള്ളതുകൊണ്ടാണ് എനിക്ക് തന്നെ കുറേ ഐഡിയാസ് ഉണ്ടായിരുന്നത്. സോ ആ 3D നമ്മൾ പറഞ്ഞ നമ്മുടെ റിക്വയർമെൻറ്റ് പ്രകാരമാണ് ഓരോ ചേഞ്ചസ് ഒക്കെ ചെയ്തിട്ടുണ്ടായത്. എക്സാക്ട്ലി സെയിം അല്ല 3Dയിൽ കാണുന്ന പോലെയെങ്കിലും ഒരു ഐഡിയ കിട്ടും. ഞാനത് പറ്റുന്ന പോലെ അറ്റാച്ച് ചെയ്യാം ഇതിൽ. അതുപോലെ 2D പ്ലാനും നമുക്ക് ഉള്ളത് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു സ്റ്റേജിൽ നമ്മുടെ സെക്കൻഡ് ഫ്ലോറ് പണി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രോഗ്രസ് മനസ്സിലാവുന്നുണ്ടാവും. ഞാനിതിൻ്റെ എല്ലാ ഓർഡറിലാണ് ഇടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ കണ്ട് ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് ഇത് എന്തൊക്കെയാണ്, എവിടേക്കാണ്, ഏതൊക്കെയാണ് സ്ഥലങ്ങൾ നമ്മുടെ റൂമും വരുന്നതെന്നൊക്കെ ഞാൻ പറയാം കേട്ടോ. പിന്നെ മെയിനായിട്ടൊരു കാര്യം, നമ്മൾ ഏത് വീട് പണിയുമ്പോഴാണെങ്കിലും കൺസ്ട്രക്ഷൻ ഫേസിൽ തന്നെ പെസ്റ്റ് കൺട്രോൾ ചെയ്തു പോകുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. വാറൻറ്റിയും കാര്യങ്ങളൊക്കെ ഒരു 10 ഇയേഴ്സിലേക്ക് കിട്ടാൻ. അല്ലാത്ത പക്ഷം വീട് പണി കഴിഞ്ഞിട്ടാണ് നമ്മളത് ചെയ്യണമെങ്കിൽ ഒരു 5 ഇയേഴ്സൊക്കെ കിട്ടുള്ളൂ. നമ്മൾ ഈ ഒരു സ്റ്റേജിൽ അത് ചെയ്തിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഫ്ലോറിൻ്റെ പണി ഒരുവിധം ഒതുങ്ങിയപ്പോൾ നമ്മൾ തേപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ തന്നെ പാരലലി ഫ്ലോറിങ്ങും നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ടൈലും കാര്യങ്ങളൊക്കെ നമുക്കിനി ഈ സ്റ്റേജിൽ എടുക്കാൻ പോകണം. പിന്നെ നമ്മൾ അത് കഴിഞ്ഞപ്പോൾ ഒരു പ്രൈമറും കാര്യങ്ങളൊക്കെ അടിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബാത്റൂമിലേക്ക് നമ്മുടെ 4 വാഷ്റൂമിലേക്കുള്ള സാധനങ്ങൾക്ക് എടുക്കാൻ പോകണം. അപ്പോൾ കൺസീൽഡ് ഫ്ലഷ് ടാങ്കാണ് നമ്മൾ വയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ സ്റ്റെയർസ് വരുന്നത്, സ്പൈറലാണ്. ഇതിൻ്റെ താഴെ പോണ്ടൊക്കെ വരുന്നുണ്ട്, നമ്മുടെ കൊയ് പോണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ PKയിൽ ടൈൽസ് സെലക്ട് ചെയ്യാൻ വന്നേക്കാണ്. നമുക്കിപ്പോൾ നമ്മുടെ മെയിൻ ഫ്ലോറിലേക്കും പിന്നെ കിച്ചണിലേക്കും വാഷ്റൂംസിലേക്കുള്ള ടൈൽസ് നമ്മൾ നോക്കാൻ വന്നേക്കാണ്. ഒരു 3-4 വിസിറ്റൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളിത് ഫൈനലൈസ് ചെയ്തേക്കുന്നത്. ഞാൻ അപ്പോൾ എടുത്ത വീഡിയോസ് കുറച്ചൊക്കെ ക്ലബ് ചെയ്തിടുന്നു എന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ലായിരുന്നു. ബട്ട് ഞങ്ങൾ റാൻഡമായിട്ട് എടുത്ത കുറച്ച് ക്ലിപ്സാണ്. ഈ വുഡൻ ഫ്ലോർസൊക്കെ വരുന്നത് ശരിക്കും പറഞ്ഞാൽ ബ്രദറിൻ്റെ വാഷ്റൂമിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇത് വേണ്ടിയിട്ടാണ് ഈ വുഡനൊക്കെ നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ
ഞാൻ ഈ ഫോണിൽ ഓരോന്ന് കാണിച്ചു കൊടുക്കുന്നത് ഞാൻ ഓൾറെഡി ഒരു ഡോക്യുമെൻ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എന്തൊക്കെ ഓരോ കോർണറിലും എങ്ങനെയൊക്കെ ആവണം നമ്മുടെ വീടിൻ്റെ ലുക്ക് എന്ന്. അതിന് നമുക്ക് പറഞ്ഞ് കൺവേ ചെയ്യണേക്കാൾ എളുപ്പം ഞാൻ കുറച്ച് പിൻട്രസ്റ്റിൽ ബോർഡ് ഉണ്ടാക്കിയിട്ട് ആ പിന്നിൽ നമുക്ക് ഇഷ്ടപ്പെട്ടത് കുറച്ച് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് നമ്മുടേതായിട്ടുള്ള കുറച്ച് ഐഡിയാസും കൊണ്ടുവന്ന് അതെല്ലാം ഒരു ഡോക്യുമെൻ്റ് ആക്കിയിട്ടാണ് നമ്മൾ ആർക്കിടെക്റ്റിനൊക്കെ അയച്ചു കൊടുത്തിരുന്നത്. അപ്പോൾ അതൊക്കെ മാച്ച് ചെയ്ത് കിട്ടുന്ന ഒരു ടൈലും എല്ലാം വേണമല്ലോ. അപ്പോൾ എല്ലാം കൂടി നമുക്ക് ഓർത്തിരിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഡോക്യുമെൻ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഓരോ കളേഴ്സും അതിൻ്റെ മൂഡ് ബോർഡ്സും എല്ലാം എടുത്തിട്ടാണ് നമ്മൾ ഓരോന്ന് സെലക്ട് ചെയ്യുന്നത്. ഈ ഒരു സ്റ്റേജിൽ നമ്മുടെ പർച്ചേസിന് നമ്മുടെ എഞ്ചിനീയർ ആർക്കിടെക്റ്റ് ഒന്നിച്ച് വന്നിട്ടാണ് അവർ കൊച്ചിയിലോട്ട് വന്ന് നമ്മൾ പർച്ചേസിന് പോയത്. പിന്നെ ബ്രദറിൻ്റെ റൂമിലേക്കുള്ള ടൈൽസ് എല്ലാം ബ്രദറിനും കൂടി അപ്രൂവൽ ചോദിച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത്. കാരണം പുള്ളി ഇവിടെ നാട്ടിലില്ലാത്തതുകൊണ്ട് ഞാൻ വീഡിയോസ് വാട്സപ്പിൽ ചെയ്തും വീഡിയോ കോൾ ചെയ്തൊക്കെയായിരുന്നു നമ്മൾ ഫൈനലൈസ് ചെയ്തത്. അതിൽ തന്നെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തപ്പോൾ ഡോക്യുമെൻ്റ് ചെയ്തപ്പോൾ ഓൾറെഡി ഇഷ്ടപ്പെട്ട ലുക്കാണ് ചെയ്തത്. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട്. ഇപ്പോൾ മാറ്റ് ഫിനിഷ് ആണല്ലോ ട്രെൻഡിങ്. മാത്രമല്ല നമ്മുടെ വീട് ഒരു എർത്തി ടോണാണ്. അപ്പോൾ ആ ലുക്കിനോട് മാച്ചിങ് ആയിട്ട് നമ്മളൊരു മാറ്റ് ടെക്സ്റ്റേർഡ് ഫിനിഷിലുള്ളൊരു ഗ്രേ ടൈലാണ് നമ്മൾ മെയിൻ ഫ്ലോറിന് എടുത്തേക്കണത്. മാത്രമല്ല ലൈറ്റ്സിൽ ഇത് ലൈറ്റ് ഇടുമ്പോൾ ഇതിനൊരു ചെറിയൊരു അവിടെ ഒരു ടെക്സ്ചറിൽ ഒരു ഗ്ലിറ്റർ ലുക്കും ഉണ്ട്. അതൊക്കെയാണ് നമ്മളിത് ഫൈനലൈസ് ചെയ്യാൻ കാരണം. ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് പോയാലും ചില ഏരിയാസ് നമ്മൾ പ്ലാൻ ചെയ്തില്ലെങ്കിൽ അവിടെ നല്ല പണി കിട്ടും. അങ്ങനെ പണി കിട്ടിയൊരു ഏരിയ ആയിരുന്നു ഞങ്ങളുടെ വാഷ് ബേസിൻ ഏരിയ. അവിടെ ഞാൻ പ്രത്യേകിച്ച് പ്ലാനൊന്നും ചെയ്തിട്ടുണ്ടായില്ല. പക്ഷേ ലിവിംഗ് റൂമിൽ നിന്ന് കാണുന്ന ഒരു ഏരിയയും കൂടി ആയതുകൊണ്ട് നല്ല മൈൻഡ്ഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വീടിനോട് വൈബിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഡിസൈൻ വേണമെന്നുണ്ടായിരുന്നു. അതിന് തപ്പി നമുക്ക് ഒന്നും ഇഷ്ടപ്പെടുന്നുണ്ടായില്ല. അങ്ങനെ PK എക്സ്പീരിയൻസ് ഷോറൂം കൂടിയാണല്ലോ. അവിടെ പോയപ്പോഴാണ് നമ്മൾ അവരുടെ ഹൈലൈറ്റ് ചെയ്തേക്കുന്ന ഒരു വാള് കണ്ടതും എഞ്ചിനീയർക്കും എനിക്ക് ഒരേ സമയത്ത് ഇത് കണ്ട് ഇത് മതി എന്നുള്ളൊരു സംഭവം നമുക്കൊരു വൈബ് അടിച്ചതും. ഓക്കെ ദെൻ ഞങ്ങൾ ഇത് ഫിക്സ് ചെയ്തത് നല്ലൊരു ടെക്സ്റ്റേർഡ് നല്ലൊരു എഗെയിൻ ഒരു ഗ്ലിറ്ററി ലുക്കുള്ള നല്ല അടിപൊളി നേരിട്ട് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു റസ്റ്റിക് ലുക്കുള്ള ഒരു ടൈല് തന്നെ നമുക്ക് കിട്ടി. അങ്ങനെ ഇത് നമ്മൾ ഫിക്സ് ചെയ്തത്. അതാണ് ചില കാര്യങ്ങൾ നമ്മൾ എത്ര പ്ലാൻ ചെയ്താലും ചിലപ്പോൾ ഇതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് ഷോറൂമിൽ പോകുമ്പോഴാവും നമുക്കത് ഇൻസ്പയർഡ് ആവാം. പിന്നെ നമ്മുടെ ക്ലാഡിങ് ടൈൽസ് ആയിരുന്നു. അത് നമ്മുടെ റൂം ബാൽക്കണി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അവിടെ വാള് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഏരിയയിൽ പുറത്തുനിന്ന് കാണുമ്പോൾ അവിടെ കൊടുക്കാൻ വേണ്ടി ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്ലാഡിങ് ടൈൽസ് ആ ഒരു ചെറിയ പോർഷനിൽ അതാണിത്. നെക്സ്റ്റ് നമ്മൾ സാനിറ്ററി വെയർസിന് ഈ സെയിം ഷോപ്പിൽ തന്നെയാണ് വന്നിരിക്കുന്നത്, PKയിൽ തന്നെയാണ്. അപ്പോൾ വേറൊരു ദിവസത്തെ ക്ലിപ്സാണത്. നമ്മൾ എടുക്കുന്നത് ഒരു ബ്ലാക്ക് കളർ സാനിറ്ററി വെയർസാണ് നമ്മുടെ മെയിൻ 3 അറ്റാച്ച്ഡ് വാഷ്റൂംസിൽ എടുക്കുന്നത്. ജാഗ്വറിൻ്റെ തന്നെ ഒരു ബ്ലാക്ക് മാറ്റ് ഫിനിഷുള്ള ഇതാണ് എല്ലാം. ഷവർ ഹെഡ് ആണെങ്കിലും ക്ലോസറ്റ് ആണെങ്കിലും പിന്നെ വാഷ് ബേസിന് എല്ലാം കൗണ്ടർ ടോപ്പ് എല്ലാം എടുക്കുന്നത് ബ്ലാക്ക് കളറാണ്. പിന്നെ നമ്മുടെ പൗഡർ റൂം അതായത് കോമൺ ഗസ്റ്റ് ബാത്റൂമിലേക്ക് മാത്രമാണ് നമ്മൾ വൈറ്റ് എടുക്കുന്നത്. ബാക്കിയെല്ലാം നമ്മൾ ബ്ലാക്കാണ് ചൂസ് ചെയ്തേക്കുന്നത്. മീൻവൈൽ നമുക്ക് ഓടിപ്പോയിട്ട് വീടിൻ്റെ പണി എന്തായിരുന്നു നോക്കിയിട്ട് വന്നാലോ, എന്നിട്ട് നമുക്ക് ബാക്കി പർച്ചേസിന് പോകാം. ഇതോ ആ കാണുന്നത് കേട്ടോ നമ്മുടെ വീട്. ഇതാണ് നമ്മുടെ വീട്ടിലേക്കുള്ള വഴി. അങ്ങനെ നമ്മളുടെ ഇപ്പോഴത്തെ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫർണിഷിങ്ങിൻ്റെ ഇതിലേക്ക് നമ്മൾ കിടക്കുന്നുള്ളൂ, തുടങ്ങിയിട്ടില്ല. വീടിൻ്റെ ഉള്ളിലത്തെ ഫ്ലോറിംഗ് ഒക്കെ കഴിഞ്ഞ് ടൈൽസൊക്കെ ഇട്ടിട്ടാവും നമ്മൾ ഇൻറ്റീരിയറിലേക്ക് കിടക്കാം. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ വീടിൻ്റെ ഒരു ലുക്ക്. ഇത് സ്പൈറൽ സ്റ്റൈൽസ് ആയതുകൊണ്ട് നമ്മളിപ്പോഴും ഒരു ഡിസിഷനിലേക്ക് എത്തിയിട്ടില്ല. ഹാൻഡ് റെയിൽ എങ്ങനെ കൊടുക്കണ്ടേന്നുള്ളത് കുറച്ച് ചലഞ്ചിങ് ആയിരുന്നു. സോ അതുകൊണ്ടാണ് ഇത് പെൻഡിങ് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മളുടെ ലിവിങ് റൂം വരുന്ന ഡബിൾ ഹൈറ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ മൾട്ടി ലെവൽ ഫ്ലോറിംഗ് ആണ് നമ്മൾ ഉള്ള. ഇത് ഒരേ ലെവൽ ഫ്ലോർ അല്ല, അതുകൊണ്ടാണ് നിങ്ങൾ സ്റ്റെപ്പ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണുന്നത്. ഗസ്റ്റ് റൂമിലേക്ക് ഇറങ്ങുന്നതെല്ലാം ഒരു നെക്സ്റ്റ് ലെവലിൽ ഫ്ലോറിലാണ് വരുന്നത്. പിന്നെ ഇതാണ് ഇപ്പോൾ കിച്ചൻ്റെ കോലം. ഇങ്ങനെ കാണുമ്പോൾ ഒന്നും മനസ്സിലാകത്തില്ല. കിച്ചണിൽ നമ്മളൊരു പാൻട്രി ഒക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. സോ അവിടെ ഇവിടേക്കുള്ള ഓപ്പണിങ്ങിലെല്ലാം നമ്മളിങ്ങനെ വിൻഡോസും കാര്യങ്ങളൊക്കെ വരും.
ഇതാണ് നമ്മുടെ ഈ മൾട്ടി ലെവൽ ഫ്ലോർ ഉള്ളതെന്ന് പറഞ്ഞത്. താഴേക്ക് ഇറങ്ങി ഇങ്ങനെ ജസ്റ്റ് ഗസ്റ്റ് റൂം, ഇത് ലിവിങ്, പുറത്തോട്ട് സിറ്റ് ഔട്ട്, കുറച്ച് ഏരിയാസൊക്കെ ഞാൻ പയ്യെ പറഞ്ഞുതരാം വഴിയെ. ഈ ഒരു സ്റ്റേജിൽ നമ്മുടെ ടൈൽ വർക്കൊക്കെ കഴിഞ്ഞ് ഫ്ലോറിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഫർണിഷിങ് ഇൻറ്റീരിയർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഡോറ് പിടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. ഫുൾ മെസ്സാണ്, നോക്കണ്ട. ടി വി യൂണിറ്റ് പിടിപ്പിച്ചിട്ടുണ്ട്. കിച്ചൺ ക്യാബിനറ്റ്സ് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്, അതും ഇൻ പ്രോഗ്രസ് ആണ്. പിന്നെ ഇത് സ്ലൈഡിങ് ഡോഴ്സ്, നമ്മുടെ UPVC ടീം വന്ന് നമ്മുടെ വിൻഡോസ് എല്ലാം UPVC ആണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അവർ വന്ന് ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു ലിവിങ്ങിലെ കോർട്ട്യാർഡാണ്. പിന്നെ എല്ലാത്തിൻ്റെയും ടൈൽസ്, ബാത്റൂമിൻ്റെ ആണെങ്കിലും എല്ലാം ടൈൽസൊക്കെ സെറ്റാണ്, എല്ലാം പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബെഡ് വരുന്ന ഒരു ഫ്ലോട്ടിംഗ് ബെഡ് രീതിയിലാണ്, അത് ഇൻബിൽട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ഫുൾ ഫൈനൽ ലുക്ക് നമുക്ക് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഒരു ബെഡ്റൂമിൻ്റെ ബാൽക്കണിയാണ്, അവിടെയും സ്ലൈഡിങ് ഡോർ വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഒരു ബെഡ്റൂം ബാൽക്കണി എന്നുള്ള വ്യൂ. അടിപൊളിയല്ലേ? ഫുൾ പച്ചപ്പും ഹരിതാപും എല്ലാം ക്രോസ് വെന്റിലേഷൻ വരണ രീതിയിലും നല്ലോണം വെളിച്ചവും വായുവൊക്കെ കിടക്കുന്ന രീതിയിലാണ് നമ്മളുടെ. ഇത് വേറൊരു ബെഡ്റൂമിൽ നിന്നുള്ള വ്യൂ ആണ്. ഇവിടെയും അഗെയിൻ പച്ചപ്പും ഹരിതാപയും എല്ലാം നമുക്ക് കാണാം. വുഡിൻ്റെ മെയിൻ്റനൻസ് ആലോചിച്ചിട്ട് ഞങ്ങൾ വുഡ് ഒഴിവാക്കിയിട്ടാണ് UPVC ഫ്രെയിംസും വിൻഡോസും പ്ലാൻ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഒറാക്കിൾ ഇൻറ്റീരിയേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള തൃശ്ശൂരുള്ള ടീമാണ് ഇതെല്ലാം ചെയ്തത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ വിൻഡോസും ഡോഴ്സും സ്ലൈഡിങ് ഡോഴ്സും എല്ലാം വരുന്നത്. സോ ഓൾമോസ്റ്റ് എല്ലാ പണികളും തകൃതിയായി നടക്കുന്നുണ്ട്. ഇനി ഇലക്ട്രിക്കൽ പ്ലംബിംഗ് വർക്ക്സ് ഒക്കെയാണ് നെക്സ്റ്റ് സ്റ്റേജിലുള്ളത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ. ഇതാരൊരു ബാറ്റ്മാൻ ഗോതം സിറ്റിയിൽ വന്ന് നിൽക്കുന്ന പോലെ. ഓക്കെ, നമ്മുടെ വീടിൻ്റെ പണി സൂപ്പർവൈസ് ചെയ്യാൻ ഒരു ബാറ്റ്മാൻ വന്ന് നിൽക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമ്മുടെ വീടിൻ്റെ പണിയുടെ ഒപ്പം തന്നെ മതിലിൻ്റെ പണിയും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നിന്നുകൊണ്ടിരുന്നത് കാക്കനാട് ഏരിയയിൽ ഒരു റെൻ്റ് ഹോമിലായിരുന്നു. അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്ത് തൊട്ടടുത്തുള്ള ഒരു വീട്ടിൽ ഇപ്പം നമ്മൾ ഒരു 3-4 മാസത്തേക്ക് എഗ്രിമെൻ്റ് എഴുതിയിട്ട് താമസാക്കിയിട്ടുണ്ട്. അപ്പോൾ അതന്നെ നമുക്ക് വന്ന് നോക്കാൻ എളുപ്പമാണ്. പിന്നെ അമ്മയുടെ കുറച്ച് ഫ്രൂട്ട് പ്ലാന്റ്സ് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെള്ളമൊഴിക്കുകയാണ്. പിന്നെ ഇതാണ് നമ്മുടെ മതിലിൻ്റെ പണിയുടെ പ്രോഗ്രസ്. നെക്സ്റ്റ് സ്റ്റേജ് ഇനി ഒബ്വിയസ്ലി ലൈറ്റിങ്ങും പിന്നെ സാനിറ്ററി വൈസ് നമ്മൾ ഓൾറെഡി പർച്ചേസ് ചെയ്തു. അപ്പോൾ ഇനി ലൈറ്റിങ്സ് ഒക്കെ എടുക്കണം. അതിൽ നമ്മളുടെ ഫാൻസി ലൈറ്റ്സും വേണം, നമ്മുടെ അല്ലാണ്ടുള്ള സീലിംഗ് ലൈറ്റ്സും എല്ലാം എടുക്കാനായിട്ട് നമ്മൾ പല സ്ഥലത്ത് നമ്മൾ പോയി. അതിൽ നമ്മൾ ഫിക്സ് ചെയ്ത യൂണിയൻ ലൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ബ്രോഡ്വേയിലുള്ളൊരു ഷോപ്പിലാണ്. നല്ല കളക്ഷൻസ് ഉണ്ട്, കുറച്ചും കൂടി ബെറ്റർ പ്രൈസിങ് ആണ് അവിടെ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഫൈനൽ ഏതൊക്കെയാണ് എടുത്തതെന്നുള്ളത് ഞാൻ പിന്നീട് കാണിക്കാം. ലൈറ്റ്സ് നമ്മൾ എടുത്തത് ഫാൻസി ലൈറ്റ്സ് മാത്രമാണ്. ബാക്കി എല്ലാം നമ്മൾ ബ്രാൻഡ് നോക്കിയിട്ട് ഹാവൽസിൻ്റെ എല്ലാം സീലിംഗ് ലൈറ്റ്സും മറ്റെല്ലാം ഫാൻസും എല്ലാം നമ്മൾ വേറൊരു ഷോപ്പിൽ നിന്ന് ബ്രാൻഡ് നോക്കിയിട്ടാണ് എടുത്തേക്കണത്. യൂണിയൻ ലൈറ്റ്സിലൊരു വേറൊരു നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. നമുക്ക് എങ്ങനെ എത്ര ലൈറ്റ്സ് വേണം, അല്ല എത്ര ഹെഡ് വേണം എന്നുള്ളതെല്ലാം നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. പിന്നെ ഈ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് സ്റ്റേജാണ്. നമ്മളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കുറേ ക്രിയേറ്റിവിറ്റി ഒക്കെ ഇപ്പോൾ പുറത്തെടുക്കാനുള്ള സമയമാണ്. അതായത് അതിൻ്റെ ഒരു ഔട്ട്പുട്ട് നമുക്ക് കണ്ടു തുടങ്ങാം. നമ്മൾ ഡയറക്റ്റ്ലി പോയി പർച്ചേസ് ചെയ്യുകയാണല്ലോ, അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ലൈറ്റ്സൊക്കെ പർച്ചേസ് ചെയ്യാം. അതുപോലെ തന്നെ നല്ലോണം കാശ് പൊട്ടുന്നൊരു സ്റ്റേജും കൂടിയാണ്. സോ ജാഗ്രതയായി. സോ ബാക്ക് ടു ഹോം നമ്മുടെ വീടിൻ്റെ പെയിൻറ്റിംഗ് ഒക്കെ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. അതായത് ഒരു ഗ്രേയും വൈറ്റും കോമ്പിനേഷനാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു ബ്രിക്ക് ഡിസൈൻ വരുന്നുണ്ട്. എക്സ്പോസ്ഡ് ബ്രിക്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ആക്ച്വലി ഇന്ന് നമ്മുടെ ഡൈനിങ് കോർട്ട്യാർഡിൻ്റെ വാൾസിലാണ് വരുന്നത്. പിന്നെ നമ്മുടെ ഉള്ളിലാണെങ്കിലും ഇപ്പോഴത്തെ ഒരു കോലാഹലം കാണുമ്പോൾ ഒരു 5-6 സെറ്റ് മിനിമം പണിക്കാരുണ്ട്. അതായത് ഇൻറ്റീരിയർ, ഇലക്ട്രിക്കൽ, പ്ലംബിങ്, ടൈൽസ്, കൺസ്ട്രക്ഷൻ, പെയിൻറ്റിങ്, അങ്ങനെ എല്ലാവിധ ആൾക്കാരും ഈ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അതിൻ്റെ കോലാഹലമാണ് ഈ കാണുന്നത്. നമ്മുടെ ഡോസിൻ്റെ ഡിസൈൻ വരുന്നത്, ഫ്രണ്ട് ഡോസിൻ്റെ ഡിസൈൻ വരുന്നത് ഇങ്ങനെ ഒരു ഗോൾഡൻ പാനൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ ഇൻഡോർ ഡോസ് ആണെങ്കിലും നമ്മൾ കൊടുത്തൊരു ഡിസൈനിലാണ് കേട്ടോ അത് ചെയ്യുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല, ചില വീഡിയോസിൽ അവിടെ ഇവിടെയൊക്കെ ഒരു ഗ്ലാൻസ് കണ്ടിട്ടുണ്ടാവും. അത് ഇപ്പോൾ ഈ കാണുന്നതൊക്കെയാണ്. ഇനി ഇതിനൊരു പെയിൻറ്റും കൂടി, സ്പ്രേ പെയിൻറ്റും കൂടി ചെയ്ത് കഴിഞ്ഞാൽ സെറ്റാവും. നമ്മൾ യൂഷ്വലി കാണുന്ന ഇൻഡോർ ഡോസ് ആവരുതെന്നുണ്ടായിരുന്നു. ഒരു 3D ലുക്ക്, 3D എഫക്റ്റ് കിട്ടുന്ന രീതിയിൽ വേണമായിരുന്നു. അപ്പോൾ നമ്മൾ ഇൻറ്റീരിയർ ഡിസൈനിങ് കൊണ്ട് ചെയ്യിപ്പിച്ചെടുത്താണ് ഇങ്ങനെ ഒരു കളർ കോമ്പിനേഷൻ കൊടുത്തിട്ട്. അപ്പം മറ്റുള്ളതെല്ലാം ഗ്രേ ആവുന്നതുകൊണ്ട് ഇവിടെ ഒരു ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാനായിട്ട് ഇങ്ങനെ ഡോഴ്സ്. അപ്പോൾ നമ്മൾ 4 റൂമിനും പിന്നെ പുറത്തേക്കുള്ള ഈ ബാൽക്കണിക്കുള്ള ഡോറിനും നമ്മൾ 2 ഡിസൈൻ രീതിയിലാണ് കൊടുത്തേക്കുന്നത്.
ഓൾട്ടർനേറ്റീവായിട്ട്. പിന്നെ നമ്മുടെ ബാത്റൂം ഡോസ് ആണെങ്കിലും കുറച്ച് എന്താ പറയുക മിനിമലായി പോവാണ്ട് നല്ലൊരു ഡിസൈൻ, കാണുമ്പോൾ തന്നെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിസൈൻ വേണമെന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കോമൺ ബാത്റൂം, അതായത് പൗഡർ റൂം, നമ്മുടെ ഗസ്റ്റ് ഇവിടുന്ന് ലിവിങ് റൂമിൽ നിന്ന് കാണുന്ന ഒരു ബാത്റൂം ആയതുകൊണ്ട് അത് ഒരു ഹിഡൻ റൂം പോലെ ഇരിക്കണം. അപ്പോൾ നമ്മളൊരു പാനൽ ഡിസൈനാണ് പറഞ്ഞത്, ജസ്റ്റ് തുറന്നാൽ മാത്രം കാണുന്ന രീതിയിൽ. ഇത്രയും വർക്കേഴ്സ് വരാൻ കാരണം നമുക്ക് നല്ല ഡിലേ വന്നിട്ടുണ്ടായിരുന്നു പാല് കാച്ചലിന്, അതാണ്. പിന്നെ ഓണത്തിൻ്റെ ഒന്നും അവർ കുറച്ച് പേര് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ വർക്ക് ചെയ്യുന്ന കണ്ടപ്പോൾ പിന്നെ അവർക്ക് ഓണത്തിന് നമ്മൾ പ്രിപ്പയർ ചെയ്ത സദ്യയൊക്കെ സർപ്രൈസായിട്ട് കൊടുത്ത് അവരും കുറച്ച് ഹാപ്പി ആയതുപോലെ. നമ്മുടെ ഓപ്പൺ ബാൽക്കണിയിൽ ഒരു ഇരിക്കാനൊക്കെ സെറ്റപ്പ് ചെയ്യാനായിട്ടൊരു പാറ്റോ ചെയ്യുന്നുണ്ട്. അവിടെ തന്നെ ഒരു ഇൻബിൽട്ട് BBQ കൂടി ചെയ്യുന്നുണ്ട്. അതിൻ്റെ പണിപ്പുരയിലാണത്. നല്ല രസമാണ്. നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരുമ്പോൾ ചില്ല് ചെയ്യാനൊരു ഇങ്ങനെ ഒരു സ്പേസ് ഉള്ളത്. ഫ്രണ്ട്സോ ഫാമിലിയോ ഒക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ ഒരു BBQ സ്പേസ് ഉണ്ടെങ്കിൽ ഈ ഒരു ഏരിയ എന്ത് ചെയ്യണമെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടില്ല. ഇത് ബ്രദറിൻ്റെ റൂമാണ്. ബ്രദറിൻ്റെ റൂമിൽ ഇതാണ് കേട്ടോ ഡോറ്. സോ പുള്ളിയുടെ ഒരു കളർ കോംബോ എന്ന് പറയുന്നത് ഒരു ഗ്രേയും ഒരു ഡാർക്ക് ബ്രൗണും ആണ്. ബാത്റൂമിനും അതേ ഒരു മൂഡാണുള്ളത്. സോ ദെൻ നമ്മൾ ഇത് അപ്പർ ലിവിങ് ആണ്. അപ്പർ ലിവിങ്ങിന് സൂക്ഷിച്ചൊക്കെ നടക്കണം, അവിടെ ഹാൻഡ് റെയിലൊന്നും വെച്ചിട്ടില്ല. ഇതെൻ്റെ റൂമാണ്. സോ ഞങ്ങളുടെ റൂമിൽ ഒരു പിങ്ക് ഒബ്വിയസ്ലി ആണ് ഒരു തീം വരുന്നത്. പിന്നെ പിങ്ക് ആൻഡ് വൈറ്റ് കൈൻഡ് ഓഫ്, പിങ്ക് എന്ന് പറയാൻ പറ്റില്ല. ഇതാണ് നമ്മുടെ ബാത്റൂമിൻ്റെ ഡോറ്. എനിക്കിതിന് ബാത്റൂമിൻ്റെ ടൈൽസ് ഫുൾ മാറ്റാണ് നമ്മൾ കൊടുത്തത്. എനിക്കങ്ങനെ ഫുൾ ഒരേ കളർ കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ മെയിൻ ഹൈലൈറ്റ് നമ്മുടെ വാക്ക് ഇൻ ക്ലോസറ്റാണ്. നമ്മൾ ഈ വെസ്റ്റേൺ ഹോംസിലൊക്കെ കാണുന്ന പോലെ. അതുകൊണ്ട് കബേർഡിനൊന്നും ഡോറ് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരു സെപ്പറേറ്റ് റൂമിൽ വാക്ക് ഇൻ ക്ലോസറ്റ് പോലെയാണല്ലോ ചെയ്തേക്കുന്നത്. ഇതാണ് കേട്ടോ റൂം ബാൽക്കണി. നമ്മൾ നേരത്തെ പറഞ്ഞ പച്ചപ്പും ഹരിതാപയും കാണാൻ പറ്റുന്ന ഒരു റൂം ബാൽക്കണി. ബ്രദറിൻ്റെ റൂമിലും ഉണ്ടൊരു റൂം ബാൽക്കണി, ബട്ട് വേറൊരു മോഡിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫ്ലോട്ടിംഗ് ബെഡ്, അതിൻ്റെ പണി ഇൻ പ്രോഗ്രസ് ആണ്. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ അതിൻ്റെ ഫുൾ ലുക്ക് നമ്മൾ കാണിച്ചു തരും. പിന്നെ ഡോർസൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്ത കാര്യം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ വാനിറ്റി ഏരിയ ആണ് വരുന്നത്. അങ്ങനെ നമ്മൾ അപ്പർ ലിവിങ് ജസ്റ്റ് ഒരു ലുക്ക് കാണിച്ചു തരാണ് കേട്ടോ. അവിടെ ആ ഡോറ് വരുന്നത് ബ്രദറിൻ്റെ റൂമിൻ്റെ ബാൽക്കണിയാണ്. നമുക്ക് നമ്മുടെ കുഞ്ഞിപ്പെണ്ണിനെ അവിടെ കാണാം, ഗ്ലാഡൂസിനെ. അവിടെയാണ് നമ്മുടെ ഗ്ലാഡു റെസ്റ്റ് ചെയ്യുന്നത്. നമുക്കെപ്പോഴും അങ്ങോട്ട് ഇങ്ങോട്ട് പോകുമ്പോഴൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ നേരെ ഇറങ്ങി വരുമ്പോൾ അമ്മയുടെ റൂമാണ്. അമ്മയുടെ റൂമിൽ ഇതേ ബാത്റൂം ഫിറ്റിങ്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി ഫിറ്റ് ചെയ്യണ കാര്യങ്ങളൊക്കെ ചെയ്യണം. അമ്മയുടെ റൂം എന്തായാലും വാക്കിംഗ് ക്ലോസറ്റ് ഉണ്ടെങ്കിലും ഡോർസൊക്കെ ഉണ്ട്. എൻ്റെ മാത്രമാണ് ഞാൻ ഡോറ് വേണ്ടാന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതാണ് അമ്മയുടെ ബാത്റൂം ഡോറ്. എനിക്ക് ഇതിൽ ഏറ്റവും ഫേവറേറ്റ് ഡോറ് ഇതാണ്. അമ്മയുടെ ബാത്റൂമിൻ്റെ ഒരു കളർ കോംബോ ഇങ്ങനെയാണ്. അമ്മയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രീം കൈൻഡ് ഓഫ് കളറാണ് വരുന്നത്. പിന്നെ നമ്മുടെ ലിവിങ് റൂമിൽ നിന്ന് നോക്കിയാൽ കാണുന്ന നമ്മുടെ പൗഡർ റൂമാണ്. അതിൻ്റെ ഡോറ് ഇപ്പോൾ ഈ സമയത്ത് ഫിറ്റ് ചെയ്തിട്ടുണ്ടായില്ലേ. ഇതാണ് നമ്മുടെ തീം വരുന്നത്. അടിപൊളിയല്ലേ? അപ്പോൾ ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ടുള്ള ഒരു സ്നീപ്പിക്ക് കാണിച്ചു തരാം നമ്മുടെ റൂമിൻ്റെ. സോ ഇതാണ് ഞാൻ പറഞ്ഞ ഫ്ലോട്ടിംഗ് ബെഡ്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ വീഡിയോയിൽ ഞാനതിൻ്റെ ഒരു ഔട്ട്പുട്ട് കാണിച്ചു തരാമെന്ന്. പിന്നെ നമ്മുടെ സീലിംഗ് ലൈറ്റും താഴെ പ്രൊഫൈൽ ലൈറ്റൊക്കെ വെച്ചപ്പോൾ അടിപൊളി, വിചാരിച്ച പോലെ തന്നെ കുട്ടപ്പനാക്കി തന്നിട്ടുണ്ട്. സോ നമ്മുടെ ബെഡൊക്കെ വന്നിട്ടുണ്ട്. ബെഡൊക്കെ ഒന്ന് അൺപാക്ക് ചെയ്ത് ഇട്ട് നോക്കുകയാണ്, അളവൊക്കെ കറക്റ്റ് അല്ലേ എന്ന് അറിയാൻ വേണ്ടി. കാരണം നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഒരു അളവായതുകൊണ്ട് എങ്ങനെയാണ് പറഞ്ഞ അളവിൽ തന്നെ വന്നിട്ടുണ്ടോ എന്നറിയില്ല. പിന്നെ ഇവിടെ ഒരു ഹെഡ് ബോർഡ് വരുവേ, അപ്പോൾ അതുകൊണ്ട് ആ ഒരു പോർഷൻ നമ്മൾ കണക്കാക്കിയിട്ടാണ് ബെഡ് മേടിച്ചേക്കുന്നത്. നമുക്ക് ഓടിപ്പോയിട്ട് നമ്മുടെ കിച്ചണിലേക്കുള്ള ഹോബും ഗ്യാസ് സ്റ്റൗവും ഇൻബിൽട്ട് OTGയും സെലക്ട് ചെയ്ത് വന്നാലോ.
നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, നമ്മുടെ കിച്ചൺ ഒരു ഐലൻഡ് ഡിസൈൻ ആണ്, ഐലൻഡ് ടൈപ്പാണ്. ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചിന്തിച്ചു നമ്മൾ യൂട്യൂബ് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ അതാണല്ലോ നല്ലത്. അപ്പോൾ നമുക്ക് ഐലൻഡ് ഹോബാണ് വേണ്ടത്, പിന്നെ ഒരു 4 ബർണർ ഗ്യാസ് സ്റ്റവും, പിന്നെ ഒരു ഇൻബിൽട്ട് OTG, മൈക്രോവേവ് ഓൾറെഡി ഉണ്ട്, സോ ഇൻബിൽട്ട് OTG. അപ്പോൾ നമ്മൾ 3-4 ഷോറൂമിലേക്ക് പോയി. അതിൽ ഗ്ലെന്ന്, ഫേബർ, ഹെഫലെ, അതിൽ ഫേബറിൽ നിന്നാണ് നല്ലൊരു ഓഫർ കിട്ടിയത്. 3 കാര്യങ്ങൾ ഒന്നിച്ചെടുക്കുന്നതുകൊണ്ട് ഓൺ ടൈമും കൂടിയാണല്ലോ. പിന്നെ ഇത് പാലാച്ചിൽ കഴിഞ്ഞിട്ടാണ് നമ്മൾ പോയി പർച്ചേസ് ചെയ്യുന്നത്. ഈ വീഡിയോസ് ഒന്നിച്ച് ഞാൻ ക്ലബ് ചെയ്തിടണമെന്നുള്ളൂ. എന്തായാലും പാലാച്ചിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ഇടണമുണ്ട്. ഓക്കെ, നമ്മുടെ കോർട്ട്യാർഡ് വാളിൻ്റെ ബ്രിക്ക് വർക്ക് ഒക്കെ കഴിഞ്ഞു. മുകളിൽ ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്, ബാൽക്കണിയുടെ കണ്ടിന്യൂറ്റി പോലെ തോന്നിക്കാനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ നൈറ്റുള്ളൊരു ലുക്ക്. വീട്ടിൽ പുറത്തെ ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ട്, നമ്മൾ അന്ന് പോയി വാങ്ങിച്ച ലൈറ്റ്സ് ഇല്ലേ, അതൊക്കെ ഇട്ടിട്ടുള്ളൊരു ലുക്കാണ്. പുറത്തത്തെ മാത്രമാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത്. എങ്ങനെയുണ്ട്? കൊള്ളാമല്ലേ? എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ നമ്മുടെ വീടിന് ഒരുപാട് ഓപ്പണിങ്സും ഈ പറഞ്ഞ പോലെ ഗ്ലാസ് വർക്ക്സും വരുന്നുണ്ട്. കർട്ടൻസും ബ്ലൈൻഡ്സൊക്കെ പെട്ടെന്ന് തന്നെ അത്യാവശ്യമായിരുന്നു, അതുകൊണ്ട് അത് തന്നെ പെട്ടെന്ന് ചെയ്തു. നമ്മൾ പാലക്കാടുള്ളൊരു ടീമായിരുന്നു അത് ചെയ്തത്. അതുപോലെ നമ്മുടെ ഗേറ്റിൻ്റെ ഈ ഒരു മെറ്റീരിയൽ വന്ന് WPC ആണ്. എറണാകുളത്ത് ഇതിൻ്റെ ഡബിൾ റേറ്റ് ആണ് സ്ക്വയർ ഫീറ്റിന് വരുന്നത്. അപ്പോൾ നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് ഇതിൻ്റെ മാനുഫാക്ചറിങ് പ്ലേസ് തന്നെ നമ്മൾ എടുത്തു. ബ്രദർ അവിടെ ആയതുകൊണ്ട് അവിടെ നിന്ന് തന്നെ ബുക്ക് ചെയ്ത് അവർ ഡെലിവറി ചെയ്യുകയാണ് ചെയ്തത്. ഇത് നമ്മുടെ സ്ലൈഡിങ് ഗേറ്റ് ആണ്. പെഡസ്ട്രിയൻ ഗേറ്റിനും ഇതേ മെറ്റീരിയൽ തന്നെ യൂസ് ചെയ്തത്. നമ്മുടെ എക്സ്റ്റീരിയർ ലുക്കായിട്ട് മാച്ച് ആവുന്നതുകൊണ്ടാണ് ഒരു വുഡ് ഡിസൈൻ തന്നെ കൊടുത്തത്. സിമ്പിൾ ഡിസൈനാണ്. പിന്നെ കാർ പാർക്കിങ്ങിൻ്റെ ഏരിയയെല്ലാം ഇൻ്റർലോക്ക് നമ്മൾ തന്നെ ഡയറക്റ്റ് ചെയ്യിപ്പിച്ചത്. ഒരു 3 കാറ് പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ നമ്മൾ സ്പേസ് എടുത്തിട്ടുണ്ടായിരുന്നു. മുകളിൽ ഒരു ഷീറ്റ് വർക്കും കൊടുത്തിട്ടുണ്ട്. 3 കാറും 2 ബൈക്കും പാർക്ക് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഈ ഒരു സ്റ്റേജ് തൊട്ട് നമ്മൾ ഓൾറെഡി എല്ലാം ഡയറക്റ്റ് വർക്ക് കൊടുക്കുകയാണ് ചെയ്തത്. കോൺട്രാക്റ്റ് ഒന്നും കൊടുത്തിട്ടില്ല. നമ്മളെല്ലാം കോൺട്രാക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന നഷ്ടം നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ അതെല്ലാം ഡയറക്റ്റ് ഇറങ്ങി ചെയ്തത്. ഇൻറ്റീരിയർ കഴിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാ വർക്കും ഡയറക്റ്റ്ലി അപ്ന ആണ് കൊടുത്തത്. പിന്നെ ഇനി അതുപോലെ നമ്മുടെ ലാൻഡ്സ്കേപ്പും എല്ലാം നമ്മൾ തന്നെയാണ് ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പാർക്കിംഗ് സ്പേസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ താമസിച്ച് തുടങ്ങുമ്പോഴല്ലോ ഓരോ ചലഞ്ചസ് നമുക്ക് മനസ്സിലാവുക. അപ്പോൾ നമ്മുടെ ബാക്ക് സൈഡിൽ നിന്ന് നല്ലൊരു വ്യൂ, പ്രൈവസിയുടെ ഒരു കുറവ് കിട്ടുന്നുണ്ട് നമ്മുടെ ലിവിങ് റൂമിലേക്ക്. അതായത് ലിവിങ് കോർട്ട്യാർഡിൻ്റെ അവിടുത്തെ ആ ബാഴ്സില്ലേ, അവിടെ നിന്ന് അതിൻ്റെ ഗ്യാപ്പിൽ കൂടെ. അപ്പോൾ നമ്മളിവിടെ ഒരു ഗ്ലാസ് വെച്ചിട്ട് അതൊരു ഫ്രോസ്റ്റഡ് ഗ്ലാസ് വെക്കാനുള്ളൊരു പണിപ്പുരയിലാണ്. ബിക്കോസ് ആദ്യം അവിടെ ഒരു ഇൻഡോർ ബ്ലൈൻഡ്സ് ആയിരുന്നു, പക്ഷെ അത് നമുക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അത് മാറ്റിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഗ്ലാസ് ഇടുന്നത്. എന്തായാലും ചലഞ്ച് പറഞ്ഞ കൂട്ടത്തിൽ ഇതുകൂടി പറയാം. വീടിൻ്റെ ഡിസൈൻ നേച്ചറായിട്ട് നല്ലോണം ബ്ലെൻഡ് ആവണമെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും നമ്മൾ പ്രതീക്ഷിച്ചില്ല. പുറത്തുനിന്ന് കിളികളൊക്കെ വന്നിട്ട് ദേ ഈ ഗ്ലാസും ഇടിക്കലും പിന്നെ നമ്മുടെ ഷാൻലിയറുമൊക്കെ ഊഞ്ഞാലാടാൻ തുടങ്ങിയപ്പോൾ നമ്മൾ നൈസായിട്ട് അവിടെ ക്ലോസ് ചെയ്തു. ഗ്ലാസ് ഇട്ടിട്ട് ക്ലോസ് ചെയ്തു. നാച്ചുറലായിട്ട് കിട്ടും, പക്ഷേ പുറത്തുനിന്ന് ഇങ്ങനെ കിടക്കാതിരിക്കാനായിട്ട്. നമ്മുടെ വീട്ടിലെ കൗച്ച് നമ്മൾ നമ്മുടെ ഇൻറ്റീരിയർ ഡിസൈനേഴ്സിനെ കൊണ്ട് കസ്റ്റമൈസ് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴും അത് അവർ തന്ന കോട്ട് അത്രയും നമുക്ക് ഓക്കെ ആയിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഇത് റെഡിമെയ്ഡ് പർച്ചേസ് ചെയ്യുകയാണ് ചെയ്തത്. പിന്നെ നമുക്ക് പെയിൻറ്റിങ് ഉണ്ടായിരുന്ന ഹെഡ് ബോർഡ് വയ്ക്കാനുണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ നമുക്ക് 3 റൂമിൽ ഹെഡ് ബോർഡും പിന്നെ നമ്മുടെ പുറത്ത് സിറ്റ് ഔട്ടിൽ ഒരു ഷൂ റാക്കിൻ്റെ മുകളിലൊരു കുഷ്യനും പിന്നെ നമ്മുടെ ഗസ്റ്റ് റൂമിൽ ഒരു ബേ വിൻഡോയും വരുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഹെഡ് ബോർഡ് വയ്ക്കണം. അപ്പോൾ അതിൻ്റെ വർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹെഡ് ബോർഡ് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. പിന്നെ ഈ കുഷ്യൻസ് ചെയ്യുന്നത് വേറൊരു ടീമാണ്. അപ്പോൾ അവർ ഇൻറ്റീരിയറുകാരെ ഏൽപ്പിച്ചതായതുകൊണ്ട് അതിൽ കുറച്ച് അളവിൻ്റെയൊക്കെ ഡിഫറൻസസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ 2 ദിവസം കൊണ്ടാണ് അവർ റെക്ടിഫൈ ചെയ്തത്. അപ്പോൾ ഈ ഓരോ ഡിസൈൻസും നമ്മൾ തന്നെ പറഞ്ഞു കൊടുത്തതാണ്. നമ്മുടെ ഓരോ റൂമിനും ഓരോ തീം അനുസരിച്ചിട്ടാണ് ഡിസൈൻസ് വന്നേക്കുന്നത്. അതുപോലെ കളേഴ്സ് ആണെങ്കിലും ഡിഫറെൻ്റ് ആണ് ഓരോ തീം അനുസരിച്ചിട്ട്. ഞാൻ ഇപ്പോൾ ഒരു റൂമിനെ മാത്രമേ ഇതിൽ കാണിച്ചിട്ടുള്ളൂ. ഞാൻ ഫൈനൽ ലുക്ക് പിന്നെ ഒരു വീഡിയോയിൽ കാണിക്കാം. ബേ വിൻഡോനാണെങ്കിലും നമ്മളൊരു സീറ്റിംഗ് കുഷ്യൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അളവും അവർ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തു വന്നുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അതൊക്കെ പിന്നീട് അവർ നെക്സ്റ്റ് റെക്ടിഫൈ ചെയ്തിരുന്നു. എല്ലാ റൂമിലെയും ഷെൽഫ്സും യൂണിറ്റൊക്കെയാണ് നമ്മൾ ഇൻബിൽഡ് ചെയ്തത്. ബാക്കിയെല്ലാം നമ്മൾ DIY ചെയ്തും റെഡിമെയ്ഡൊക്കെ വാങ്ങിക്കുകയാണ് ചെയ്തത്. അതിലൊന്നായിരുന്നു ഡൈനിങ് ടേബിളും പിന്നെ എക്സ്ട്രാ വരുന്ന ഷെൽഫ്സ് എല്ലാം. എവിടെ തൃശ്ശൂരുള്ള വീട്ടിൽ നല്ലൊരു തുളസി തറ ഉണ്ടായിരുന്നു. അപ്പോൾ പുതിയ വീട്ടിൽ എന്തായാലും അത് വേണമെന്ന് നിർബന്ധമായിരുന്നു. അപ്പോൾ പാല് കച്ചലിൻ്റെ അന്ന് നമ്മൾ സ്ഥാനം നോക്കി തുളസിത്തറ അന്ന് പണിയാത്തതുകൊണ്ട് വേറൊരു ദിവസമായിരുന്നു നമ്മൾ തുളസി നട്ടത്. അപ്പോൾ അതിന് നല്ലൊരു ദിവസം വിജയദശമിയുടെ അന്ന് നോക്കി നട്ടോളാനായിട്ട് പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മ തുളസി നടന്നൊരു മൊമെൻ്റാണിത്. അത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ മതിലിൻ്റെ പണി നമ്മൾ ബാക്കി വെച്ചേക്കല്ലേ. പേടിക്കേണ്ട, ഞങ്ങളല്ല പണിതത്, വേറൊരു അടുത്തുള്ള മേസനാണെന്ന് നമ്മൾ കൊടുത്തത്. പക്ഷെ അതിന് മഴയൊക്കെ വരണമെങ്കിൽ മുമ്പ് ജസ്റ്റ് ഒന്ന് പ്രൈമർ അടിച്ച് വെച്ചു എന്നുള്ളൂ, പെയിൻറ്റിങ്ങിന് മുമ്പായിട്ട്. അപ്പം അതിൻ്റെ ചെറിയൊരു ഷോ ആണ് നിങ്ങൾ കാണുന്നത്. ബട്ട് ഫുൾ മതിലും ഞങ്ങളൊരു 4 ദിവസം കൊണ്ട് പ്രൈമർ അടിച്ച് തീർത്തു. ഇനി പെയിൻ്റ് അടിക്കണം.
ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഒരു വീട് പണിയുടെ പ്രോസസ്സ് എൻജോയ് ചെയ്യാൻ തുടങ്ങിയത് നമ്മളിറങ്ങി ഓരോന്ന് ചെയ്തു തുടങ്ങിയപ്പോഴാണ്, നമ്മുടെ ഇൻവോൾവ്മെൻറ്റ് വരുമ്പോഴാണ്. ഏതെങ്കിലും ഒരു സ്റ്റേജിലൊക്കെ നിങ്ങളുടെ ഇൻവോൾവ്മെൻറ്റ് ഉറപ്പായിട്ടും ഉണ്ടാവണം. കംപ്ലീറ്റ്ലി കോൺട്രാക്റ്റ് പോലെ കൊടുത്തോ അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. അതിപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. അതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള സ്റ്റേജിൽ എല്ലാം നമ്മുടെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്, അതുകൊണ്ട് ഒരു പേഴ്സണൽ ടച്ച് ഉണ്ടാവും. ഇതൊക്കെ നല്ലൊരു മെമ്മറി അല്ലേ. പിന്നെ നമ്മുടെ ബാൽക്കണിയുടെ ടൈൽസൊക്കെ നമ്മൾ പോയി സെലക്ട് ചെയ്തിട്ട് നമ്മൾ തന്നെ ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത്. പാറ്റിയോൻ്റെ വേണ്ടിയിട്ട് 2 ഏരിയ സെപ്പറേറ്റ് ചെയ്തിട്ട് ആണ് ടൈലെടുത്തേക്കുന്നത്. ഒന്ന് ഹൈലൈറ്റ് ചെയ്യാനും പ്ലാറ്റ്ഫോം പോലെ കൊടുക്കാമെന്ന് ആദ്യം വിചാരിച്ച്, പിന്നെ അങ്ങനെ കൊടുത്തില്ല. വെള്ളം കെട്ടി നിൽക്കണതിന് ഇഷ്യൂസൊക്കെ ചിലപ്പോൾ ഉണ്ടാവുമെന്ന് വെച്ചിട്ട് നമ്മൾ പ്ലെയിൻ ആയിട്ട് തന്നെ ചെയ്തു. 2 ടൈല് സെപ്പറേറ്റ് ചെയ്തു. ഒന്ന് വുഡ് ടൈലും പിന്നെ ഒന്നൊരു ആദ്യം മൊറോക്കണ ഉദ്ദേശിച്ച്, പിന്നെ മൊറോക്കൺ നമുക്ക് വെയിലടിക്കുമ്പോൾ എങ്ങനെയാവും അതിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നറിയാത്തതുകൊണ്ട് നമ്മൾ ഒരു നോർമൽ പ്രിൻറ്റഡ് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ടൈലിലേക്ക് പോയി. അതായത് നമ്മളുടെ ഗ്രേയിൽ നിന്ന് കുറച്ച് പ്രിൻറ്റഡ് രീതിയിലേക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. അതാണ് ഇപ്പോൾ ഈ ഏരിയയുടെ അപ്ഡേറ്റ്. പിന്നെ ഇത് പണിതുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മളുടെ അവിടെ നിന്ന് സിമെൻറ്റും കാര്യങ്ങളൊക്കെ വീഴലും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അവിടെ നമ്മുടെ സൺഷെയ്ഡിൻ്റെ അവിടെ ചെറിയ രീതിയിലൊന്ന് ടച്ചപ്പൊക്കെ കൊടുക്കാനുണ്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ വിശാഖ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ പാറ്റിയോയിൽ BBQ മാത്രമല്ല, ഫാമിലി ഗാദറിങ്, ഫ്രണ്ട്സ് ഗാദറിങ് മാത്രമല്ല, നമ്മളുടെ പ്രൊജക്ടർ സെറ്റ് ചെയ്തിട്ട് ഇതുപോലെ മൂവിയും നൈറ്റ്സും നമ്മൾ പ്ലാൻ ചെയ്യാറുണ്ട്. TV യൂണിറ്റ് നമ്മുടെ ഒരു ഇന്നോവേറ്റീവ് സജഷൻ ആയിരുന്നു. അതായത് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു റിക്വയർമെൻറ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഫുഡ് കഴിക്കുമ്പോൾ TV കാണുന്ന സ്വഭാവം ഒരു ഹാബിറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ലിവിങ് റൂമിൽ വന്നിരുന്ന് ഫുഡ് കഴിക്കാനും പറ്റത്തില്ലല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞിരുന്നത് ലിവിങ് റൂമിനെയും ഡൈനിങ്ങിനെയും സെപ്പറേറ്റ് ചെയ്യുന്നൊരു TV യൂണിറ്റ് ആവണം. അത് റൊട്ടേറ്റിംഗ് TV യൂണിറ്റ് ആവണം. അപ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യപ്രകാരം ഫുഡ് കഴിക്കുന്ന സമയത്ത് അത് അപ്പുറത്തോട്ട് തിരിച്ചു വെച്ചിട്ടും അല്ലാത്തപ്പോൾ ലിവിങ് റൂമിലോട്ട് തിരിച്ചു വെച്ചിട്ടും അങ്ങനെ നമ്മുടെ ആവശ്യപ്രകാരം റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിൽ ആവണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് പറഞ്ഞ പോലെ ചെയ്തു തന്നിട്ടുണ്ട്. നമ്മളിവിടെ ഒരു കോഴിപ്പോണ്ടല്ലേ ഉദ്ദേശിച്ചത്. ഇവിടെ എന്താ ഈ കുഞ്ഞിപ്പെണ്ണ് കയറിയിരിക്കുന്നത്? എന്തെങ്കിലും കോഴിപ്പോണ്ട് ചെയ്യണേക്കാൾ മുമ്പ് നമ്മൾ ഇവിടുത്തെ ഹാൻഡ് റെയിലിലെ പണി ഒരുവിധം ഒതുക്കിയിട്ടുണ്ട്. നമുക്കിവിടെ കുറേ പ്ലാൻസ് ഉണ്ടായിരുന്നു, അതായത് വുഡോ അല്ലെങ്കിൽ ഗ്ലാസ്സോ അങ്ങനെ എന്തൊക്കെയായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷെ അതെല്ലാം ഹൈഡ്രോളിക് ചെയ്യാൻ, ഈ കർവ് വരുന്നതുകൊണ്ട് ഹൈഡ്രോളിക് ചെയ്യാൻ നല്ലൊരു കോസ്റ്റ് 1 ലാഖിൻ്റെ അടുത്ത് മാത്രം മാറുന്നുള്ളതുകൊണ്ട് നമ്മൾ ആ പ്ലാൻസ് മാറ്റിയിട്ട് നമ്മൾ ഇതിലേക്ക് എത്തിയത്. സോ ഇതാണ് ചെയ്തേക്കുന്നത്. നമ്മൾ MS ആണ് ഇപ്പോൾ ഹാൻഡ് റെയിൽ കൊടുത്തേക്കുന്നത്. പ്ലാൻസിൽ നിന്ന് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. എനിവേസ് ഇതാണ് അപ്ഡേറ്റ്. പിന്നെ സ്റ്റെപ്പിന് നമ്മളിങ്ങനെ പ്രൊഫൈൽ ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പുറത്തത്തെ നമ്മുടെ മതിലിൻ്റെ പണി കഴിഞ്ഞപ്പോൾ തന്നെ മതിലിലുള്ള ലൈറ്റ്സും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ലൈറ്റിങ്ങിൻ്റെ വർക്കൊക്കെ ഇവിടെ തീർന്നിട്ടുണ്ട്. പണിയൊക്കെ ഏകദേശം ഒതുങ്ങിയ സ്ഥിതിക്ക് നമുക്ക് നമ്മുടെ വീടിന് കിട്ടിയ 3D എലിവേഷൻസ് ഒന്ന് കണ്ടാലോ. അതായത് നമ്മൾ കുറേ ഇംപ്രവൈസ് ചെയ്തു. അതിൽ നിന്ന് ഒരുപാട് പ്ലാൻസൊക്കെ മാറ്റിയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. എന്നാലും നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിത് കാണിച്ചു തരാം. എല്ലാ റൂമിൻ്റെയും അല്ല, ഏറെക്കുറെ കുറച്ച് 3-4 ബെഡ്റൂമിൻ്റെയും പിന്നെ നമ്മുടെ മെയിൻ ഏരിയയുടെയൊക്കെ ഉള്ളൂ എൻ്റെ കയ്യിൽ. അത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പോൾ 3Dയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ റൂം ബാൽക്കണിയുടെ സൈഡിൽ ആ ബാൽക്കണിയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ വീടിൻ്റെ ബാക്കി ഫ്രണ്ടേജ് വരുന്നത്. ചെറിയ ഡിഫറൻസസ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. നമ്മളുടെ ലെവലിൽ ഡിഫറൻസൊക്കെ ഇതിൽ കാണിച്ചിട്ടുണ്ട്. അതൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. ഈ കാണുന്ന നമ്മുടെ ഡൈനിങ് ഏരിയ ആണ്, TV യൂണിറ്റിൻ്റെ ഇപ്പുറത്തെ സൈഡിലുള്ളത്. അപ്പോൾ അവിടെ തന്നെ നമ്മുടെ ഡൈനിങ് കോർട്ട്യാർഡ് വരുന്നുണ്ട്. ഈ ഡൈനിങ് കോർട്ട്യാർഡിൻ്റെ അവിടെ തന്നെ നമ്മൾ എന്തെങ്കിലും ലൂത്തിയ പോലെ വെച്ചിട്ട് ഒരു ഗ്രീനറി കാണുന്ന രീതിയിൽ ഇവിടെ തന്നെ പൂജ യൂണിറ്റ് പോലെ നമ്മൾ വെക്കാനും പ്ലാൻ ഉണ്ട്. ഒരു ഗണപതിയുടെ ഒരു സ്റ്റാറ്റ്യൂ പോലെ. പിന്നെ ഈ കോർട്ട്യാർഡിൽ കാണുന്ന ഡിസൈൻ നിങ്ങൾ നേരത്തെ വീഡിയോയിൽ ശ്രദ്ധിച്ചോന്ന് അറിയില്ല, നമ്മൾ ബ്രിക്ക് വർക്കാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഈ കാണുന്ന ഡിസൈൻ പ്രാക്ടിക്കലി പോസിബിൾ അല്ലായിരുന്നു. ഒരുപാട് മെയിൻ്റനൻസ് വരും. നമ്മുടെ ഇവിടെ മഴയും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ തുരുമ്പ് പിടിക്കാനും കാര്യങ്ങൾക്കൊക്കെ ചാൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ബ്രിക്കിലോട്ട് മാറ്റി ചിന്തിച്ചത്. ഇതിൽ കാണുന്ന ഈ സ്റ്റെപ്പിംഗ് സ്റ്റോണൊക്കെ നമ്മൾ തന്നെയോട്ടോ വയ്ക്കാൻ പോകുന്നത്. അതിൻ്റെ വീഡിയോസ് എന്തായാലും നമ്മൾ അപ്കമിങ് വ്ളോഗിൽ ആഡ് ചെയ്യും. സ്റ്റേഴ്സ് ആണെങ്കിൽ നമ്മൾ ഇതുപോലെയല്ല ചെയ്തത്, നമ്മൾ MS-ലാണ് ചെയ്തത്, ഹാൻഡ് റെയിൽ വന്നിട്ട്. പിന്നെ ഇതിൽ താഴെ ഇരിക്കുന്ന ബുദ്ധ നമ്മളാണ് ഈ ഒരു ലൊക്കേഷൻ പറഞ്ഞത്. പിന്നെ നമ്മൾ ആലോചിച്ചപ്പോൾ ഇവിടെ വച്ച് കഴിഞ്ഞാൽ ബുദ്ധനെ കാണില്ല, പിന്നെ സ്റ്റേഴ്സിൻ്റെ താഴെയും കൂടിയാണല്ലോ. അതുകൊണ്ട് നമ്മൾ ലിവിങ് കോർട്ട്യാർഡിൻ്റെ അവിടെയായിട്ടാണ് കയറി വരുന്ന ലിവിങ് റൂമിൽ അവിടെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ആസ് ഓഫ് നൗ.
ഞങ്ങളുടെ ലിവിങ് റൂം വരുന്നത് ഡബിൾ ഹൈറ്റ് ആണ്. ഇപ്പോൾ ഈ ഡബിൾ ഹൈറ്റ് വരുമ്പോൾ തന്നെ അതുകൂടാതെ തന്നെ നമ്മളുടെ ലെവൽ ഡിഫറൻസസ് ഉണ്ട് നമ്മുടെ പ്ലോട്ടിന്. അപ്പോൾ നമ്മൾ ആ ലെവൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തത്, മണ്ണിട്ട് നികത്താനൊന്നും നിന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ 3 ലെവലായിട്ടാണ് വരുന്നത്. റൂട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഒരു ലെവൽ കഴിഞ്ഞിട്ടാണ് വീടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ലെവൽ താഴോട്ടാണ് നമ്മുടെ ഗസ്റ്റ് റൂമൊക്കെ ഇരിക്കുന്നത്. സോ ആ ഗസ്റ്റ് റൂമിലോട്ട് പോകുന്ന ഇവിടെ ഒരു 3-4 സ്റ്റെയർസ് വെച്ചിട്ടുണ്ട്. ആ സ്റ്റെയർസ് ഇറങ്ങുന്നത് നമ്മുടെ ലിവിങ് കോർട്ട്യാർഡിലേക്കും ഗസ്റ്റ് റൂമിലേക്കാണ്. അപ്പോൾ ഇങ്ങനൊരു ഡിസൈനാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. ഇവിടെ ആവുമ്പോൾ നമ്മൾ ബുദ്ധനെ പ്ലേസ് ചെയ്യാനുള്ള ഇപ്പോഴത്തെ പ്ലാൻ. പിന്നെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ലിവിങ് റൂമും ഇതെല്ലാം നമുക്കൊരു വ്യൂ കാണാം. ഇവിടെ തന്നെയാണ് ഈ TV യൂണിറ്റും വന്നിരിക്കുന്നത്. പിന്നെ ഇത് മാസ്റ്റർ ബെഡ്റൂമാണ്, അമ്മയുടെ താഴെയാണ് വരുന്നത്. ഇതാണ് കളർ തീം വരുന്നത്. അപ്പോൾ കുറച്ചൊക്കെ ഇതുപോലൊക്കെ തന്നെയാണ് കാണാനും, ഇത് വലിയ ഡിഫറൻസ് ഒന്നുമില്ല. പിന്നെ ഇത് എൻ്റെ ബ്രദറിൻ്റെ റൂമാണ്. ബ്രദറിൻ്റെ റൂമിൽ ഇങ്ങനെ ഒരു റോക്ക് വിനയിൽ ബാക്കിൽ കൊടുക്കാനൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ഇതുവരെ ചെയ്തിട്ടില്ല, നമ്മൾ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് 3D ചെയ്ത് വെച്ചെന്നുള്ളൂ. ബാക്കി കബോർഡൊക്കെ ഇതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഒരു ഡാർക്ക് ഷെയ്ഡ് ഗ്ലാസ് വരുന്ന രീതിയിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ചെയ്യാനാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായത്. ബാക്കിയൊക്കെ ഇതുപോലെയാണ്. ഇത് പിന്നെ ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ. അപ്പോൾ നമ്മുടെ റൂമിൽ ഇങ്ങനെ പിങ്കും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഷെയ്ഡ്. ഈ വാൾപേപ്പർ നമ്മൾ ചെയ്തിട്ടൊന്നുമില്ല. ഇവിടെ ഒരു വാനിറ്റി സ്പേസ് വരുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ ആ ഒരു സ്പേസ് പോവും. പിന്നെ നമുക്ക് വാക്കിംഗ് ക്ലോസറ്റ് ഇവിടെ ഉണ്ട്, അമ്മയുടെ കയ്യിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ റൂം. പിന്നെ നമ്മുടെ ഗസ്റ്റ് റൂമിൻ്റെ അതും വരുന്ന ഡബിൾ ഹൈറ്റാണ്. ഞാൻ പറഞ്ഞില്ലേ മൾട്ടി ലെവലിൽ താഴെയിട്ടാണ് വരുന്നതെന്ന്. അപ്പോൾ നമുക്ക് നല്ല ഡബിൾ ഹൈറ്റ് ഈ ഒരു റൂമിന് മാത്രം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു മെസനൈൻ ഫ്ലോർ ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പോൾ അത് ചെയ്യാനും നമ്മൾ പെൻഡിങ് വെച്ചേക്കാണ്. ആ മെസനൈനും ഒരു 1 lakhൻ്റെ അടുത്ത് വരും. അതുകൊണ്ട് അത് നമ്മൾ പിന്നീടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെച്ചേക്കുന്നത്. അപ്പോൾ മെസനൈൻ ചെയ്ത് തന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും ഈ റൂമിൻ്റെ ലുക്ക്. ഇങ്ങനെ ഒരു സ്റ്റെയർസാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ ഈ മെസനൈൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴെ ഒരു ബെഡും മുകളിൽ ഒരു ചെറിയൊരു ബെഡും നമുക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 റൂം പോലെ യൂസും ചെയ്യാം. നമുക്കിത് എങ്ങനെ വേണമെങ്കിലും ട്രാൻസ്ഫോം ചെയ്യാം. അല്ല പിന്നീട് നമുക്കൊരു ഗെയിമിംഗ് റൂമോ കിഡ്സ് റൂമോ അങ്ങനെ എന്ത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. അതാണ് ഈ ഒരു റൂമിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മളിപ്പോൾ ഇത് തൽക്കാലം ഗസ്റ്റ് റൂമായിട്ട് വെച്ചേക്കാണ്. നമുക്കത് വേണ്ട പോലെ പിന്നീട് ട്രാൻസ്ഫോം ചെയ്യാം. ഈ 3Dയിൽ കൊടുത്തേക്കുന്ന ഐഡിയാസ് എല്ലാം നമ്മുടെ തലയിൽ ഉദിച്ചതാണ്. ഇതുപോലെ ഒരു റോപ്പ് ഡിസൈനുള്ള ഒരു സ്റ്റെയർസ് കൊടുത്തിട്ട് അവിടെ ഈ മണി പ്ലാന്റ്സ് ഒക്കെ വെക്കാനാണ് നമ്മുടെ പ്ലാൻസ്. നമ്മൾ 4 റൂമിന് 4 തീമാണ് പറഞ്ഞേക്കണേ. ഒരു റിപ്പീറ്റേഷൻ ഇല്ല. ഗസ്റ്റ് ബെഡ്റൂമിൽ നമ്മളൊരു ഗ്രീൻ ആൻഡ് വൈറ്റ് തീമാണ് പറഞ്ഞത്. ഒരു ഫോറസ്റ്റ് ഗ്രീൻ ആൻഡ് വൈറ്റ് തീമാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പം നമ്മൾ മെസനൈൻ ചെയ്യാത്തതുകൊണ്ട് നമ്മൾ ആ ഒരു കംപ്ലീറ്റ് ലുക്ക് നമുക്ക് കിട്ടിയിട്ടില്ല. നമുക്ക് എപ്പോൾ വേണമെങ്കിലും അത് എങ്ങനെ വേണമെങ്കിലും ട്രാൻസ്ഫോം ചെയ്യാം. ആൻഡ് കമ്മിങ് ടു കിച്ചൺ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ഐലൻഡ് കിച്ചണാണ് പ്ലാൻസ്. ഐലൻഡ് കിച്ചണിൻ്റെ കൂടെ തന്നെ നമ്മൾ പാൻട്രി വേണമെന്ന് നിർബന്ധമായിരുന്നു. സോ കുറേയൊക്കെ നമുക്ക് വെസ്റ്റേൺ ഹോംസ് ഇൻസ്പയർഡ് ആണ് കേട്ടോ. അപ്പോൾ ഒരുപാട് നമ്മുടെ ഈ ഗ്രോസറീസൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വയ്ക്കാനായിട്ട് സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടും എല്ലാം ഒരു പാൻട്രി, ഒരു വാക്കിൻ പാൻട്രി പോലെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, റാദർ ദാൻ എ ഷെൽഫ്. അപ്പോൾ അതൊക്കെ നമുക്ക് പറഞ്ഞ പോലെ ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ പറയാത്തൊരു പ്ലാൻ അതിനകത്ത് ഉണ്ടായിരുന്നത്, കിച്ചണിലൊരു കുട്ടി കോട്ടിയാട് പോലെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പിന്നീട് നമ്മളതൊരു നമ്മൾ പറയാത്തതാണ്. അപ്പോൾ അതൊരു വേസ്റ്റ് ഓഫ് സ്പേസ് ആയിട്ട് തന്നെ പിന്നീട് തോന്നി. അതുപോലെ ഒരു പാർട്ടീഷനൊക്കെ അവർ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് തന്നെ കിച്ചൺ അപ്പോൾ ചെറുതാക്കുന്ന രീതിയിലാവുന്നതുകൊണ്ട് ആ പാർട്ടീഷനൊക്കെ പിന്നെ ഒഴിവാക്കി, അത് വേണ്ടാന്ന് വെച്ചിട്ട്. അപ്പോൾ ആ സ്പേസും കൂടി നമ്മൾ യൂട്ടിലൈസ് ചെയ്യാനൊരു പ്ലാൻ ഉണ്ട്. എന്തെങ്കിലും അവിടെ വെജിറ്റബിൾ കട്ട് ചെയ്യാനായിട്ടൊരു ടേബിളൊക്കെ ഇട്ടിട്ട്. സോ അതൊക്കെ പ്ലാനിങ് ഇൻ പ്രോഗ്രസ് ആണ്. ബാക്കി ഇതാണ് കിച്ചണിൻ്റെ ലുക്ക്. തീം വന്ന് ഒരു വുഡും ഗ്രേയും ബ്ലാക്കും ആണ് നമ്മുടെ തീം വന്നിട്ടുള്ളത്. പിന്നെ വന്ന് നമ്മുടെ ഓപ്പൺ ബാൽക്കണിയിൽ നിങ്ങൾ നേരത്തെ ക്ലിപ്സിലൊക്കെ ഞാൻ അതിനെപ്പറ്റി വാചാലയെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു പാറ്റിയോ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇതുപോലെ വന്നിരിക്കാനും ഫാമിലി ടൈം ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ചില്ല് ചെയ്യാനും. പിന്നെ നമ്മൾ ഒരു ഗ്രില്ലിംഗ് യൂണിറ്റ് BBQ ചെയ്യാനായിട്ടൊരു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരാദ്യം ചെയ്തിരുന്നത് ഇപ്പുറത്തെ സൈഡായിരുന്നു. പിന്നെ നമ്മൾ തന്നെ പറഞ്ഞു അവിടെ പുകയടിച്ച് അതിന് പുകയുടെ ഇഷ്യൂസൊക്കെ വരും. അപ്പോൾ നമ്മൾ ഓപ്പൺ ആയിട്ടുള്ള സ്പേസിലോട്ട് ഓപ്പോസിറ്റ് സൈഡിലോട്ട് BBQൻ്റെ യൂണിറ്റ് മാറ്റാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് പണിത് പിന്നെ നമുക്ക് തന്നത്. സോ ബാക്കിയെല്ലാം ഏകദേശം എക്സാക്ട്ലി സെയിം അല്ല, എന്നാൽ പോലും ഏകദേശം ഇതാണ് നമ്മുടെ ഡിസൈൻസ് വന്നത്. അപ്പോൾ ഇത് കൂടി കാണുമ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടും. ഈ ഒരു ഡോക്യുമെൻറ്റേഷൻ വ്ളോഗ് നമ്മുടെ വീടിൻ്റെ എല്ലാ മേജർ വർക്ക്സും കവർ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയുള്ള പണികളെല്ലാം നമ്മുടെ ഗാർഡൻ്റെയും അതുപോലെ കോർട്ട്യാർഡിൻ്റെയും കോയിപ്പോൺ സെറ്റപ്പൊക്കെയാണ്. അതിൽ മേജർലി നമ്മൾ DIYs ആണ് ചെയ്തിട്ടുള്ളത്. അതെല്ലാം എലാബറേറ്റ് ചെയ്ത് വേറൊരു വ്ളോഗിൽ കാണിക്കാം. സോ ഐ എം റാപ്പിംഗ് അപ്പ് ദിസ് വ്ളോഗ്. താങ്ക് യു.